നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു കല്യാണവർത്തമാവാൽ വിരചിതമായ സാരാവലി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിലെ 19ാമത്തെ അധ്യായത്തിലെ സപ്തഗ്രഹ യോഗ നിരൂപണം. ദ്വിഗ്രഹയോഗം, ത്രിഗ്രഹ, ചതുർഗ്രഹ, പഞ്ചഗ്രഹ, ഷഡ്ഗ്രഹ യോഗ നിരൂപണങ്ങൾ നാം ചെയ്തു കഴിഞ്ഞു. ഇനി 7 ഗ്രഹങ്ങൾ ഒന്നിച്ചുണ്ടായാൽ എന്ത് യോഗമാണ് ജ്യോതിഷത്തിൽ സാരാവലികാരൻ വ്യക്തമാക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. സൂര്യാദി സപ്തഖേടൈഹി ഏകഗതൈഹി ഗോളയോഗ ഇത്യാഹുഃ. ഏവം ലഗ്നേ ജാതസ്വൽപായുഃ മലിനബുദ്ധിയുതഃ വിധനപ്രവാസശീലഃ കുശില്പനിരതോധമഃ കുവാദീച്ഛ ധനരാശോ സപ്തഖഗൈഹി ധനബുദ്ധിവിഹീനഃ നേത്രാർത്ഥഃ. ഈ അധ്യായത്തിൽ സപ്തഗ്രഹ യോഗ നിരൂപണമാണ് ആചാര്യൻ നടത്തിയത്. സപ്തഗ്രഹ യോഗത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ഗോളയോഗം എന്ന പേര് കൂടി ഈ സപ്തഗ്രഹ യോഗത്തിന് നാമധേയമുണ്ട്. ഈ ഗോളയോഗത്തിൽ അല്ലെങ്കിൽ 7 ഗ്രഹങ്ങളുടെയും യോഗത്തിൽ ജനിക്കുന്ന വ്യക്തി ആരാകുന്നു? സ്വൽപായുഃ ഭവതി. അദ്ദേഹത്തിന് ആയുസ് കുറവാണ്, അല്പായുസ്സാണ്. പിന്നീട് അദ്ദേഹം മലിനബുദ്ധിയുതഃ, കളങ്കബുദ്ധിയോട് കൂടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധി മലിനത്വം ഉള്ള ബുദ്ധിയാണെന്ന് സാരം. അദ്ദേഹം വിധനനാണ്, ധനമില്ലാത്ത വ്യക്തിയാണ്. പ്രവാസശീലനാണ്, പ്രവാസത്ത് താമസിക്കുവാൻ താല്പര്യപ്പെടുന്നു. ദേശം വിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്നു എന്നർത്ഥം. അതാണ് പ്രവാസശീലം. പിന്നീട് കുശില്പനിരതഃ, നല്ല ശില്പങ്ങളിലല്ല അദ്ദേഹത്തിന് താല്പര്യം. കുത്സിതങ്ങളായ ശില്പപ്പണികളാണ് അദ്ദേഹം താല്പര്യം. നല്ല ശില്പിയാണ് സ്വർണം, വെള്ളി അല്ലെങ്കിൽ യുക്തിദ്രവ്യം ചെയ്ത് നിർമ്മിക്കുന്നവരൊക്കെ തന്നെ, അല്ലെങ്കിൽ ദേവാലയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ശില്പികൾ. നീചശില്പങ്ങളോടാണ് ഇദ്ദേഹത്തിന് താല്പര്യം. നമുക്ക് റോഡ് സൈഡിൽ കാണാം ഈ കൃഷ്ണൻ്റെയും അല്ലെങ്കിൽ ദേവതകളുടെ വിഗ്രഹങ്ങൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മണ്ണിലുമൊക്കെ തീർത്ത് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. അതൊക്കെയാണ് കുശില്പങ്ങൾ. നല്ല ശില്പങ്ങൾ നമുക്ക് വലിയ വിലയിൽ വലിയ രീതിയിൽ സംഭരിച്ച് വെച്ചതായി കാണാം. മേൽപ്പറഞ്ഞതൊക്കെ കുശില്പങ്ങളാകുന്നു. അദ്ദേഹം അധമനാണ്, മൂർഖനാണ് സ്വഭാവത്തിൽ. കുവാദീജ, വളരെ മോശപ്പെട്ട് സംസാരിക്കുന്ന പ്രകൃതിക്കാരനാണ്. ഇതൊക്കെ 7ാം ഭാവാധിപ ലഗ്നത്തിൽ വന്നാൽ ഗോളയോഗം എന്ന ഫലത്തോടുകൂടി ഇരിക്കുന്നു. ഈ 7 ഗ്രഹങ്ങളും ഒരു ജാതകൻ്റെ ലഗ്നാൽ 2ാം ഭാവത്തിൽ വന്നാലോ അദ്ദേഹത്തിന് അന്ധത, നേത്രരോഗം ഉണ്ടാകും. ധനബുദ്ധി വിഹീനസ്യ ഭവതി, അദ്ദേഹത്തിന് ധനവും ബുദ്ധിയും ഉണ്ടാകില്ല എന്നു സാരം. നമസ്തേ.